അസ്സലാമുഅലൈക്കും. മൈ കിച്ചൺ ആൻഡ് ഹോബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചാലഞ്ച് ചെയ്യാനായിട്ടാണ് വന്നത്. നമ്മുടെ ഷെഫ് ഷമീമിൻ്റെ അടിപൊളിയും ടേസ്റ്റിയുമായിട്ടുള്ള ഫ്രൈ പാൻ സിസ്ലർ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിനായിട്ട് നമുക്ക് 2 പൊട്ടാറ്റോ എടുക്കാം. ബോയിൽ ചെയ്തിട്ടാണ് എടുത്തത്. അത് നമുക്കൊരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതേപോലെ നല്ലോണം മാഷ് ചെയ്യണം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഏകദേശം ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 പൊട്ടാറ്റോ മാഷ് ചെയ്തത്, ബട്ടർ 2 ടീസ്പൂൺ, ഗാർലിക് 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, സോൾട്ട്, പിന്നെ 1/4 കപ്പ് മിൽക്ക് വേണം. ഒറിഗാനോ ഓപ്ഷനിലാണ്. നമ്മുടെ പാൻ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ബട്ടർ ചേർക്കാം. അത് നന്നായി മെൽട്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായി മെൽട്ടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഗാർലിക് നന്നായി സോട്ട് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. പൊട്ടാറ്റോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു ഒരു സ്മൂത്ത് ടെക്സ്ചറാണ് ഇത് വേണ്ടത്. ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പൊട്ടാറ്റോ. എന്നിട്ട് നമുക്കതിലേക്ക് പെപ്പർ പൗഡറും സോൾട്ടും ചേർത്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യണം. ഒറിഗാനോ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ പൊട്ടാറ്റോ നന്നായി മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് 1/4 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാ പാർട്ടിലും നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ മാഷ്ഡ് പൊട്ടാറ്റോ റെഡിയായി. അത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ പെപ്പർ സോസാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1.5 ടീസ്പൂൺ ഗാർലിക്, ബട്ടർ, 1/2 ഓണിയൻ, സോയാ സോസ്, തിക്ക് ക്രീം, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ആദ്യം ചൂടായ പാനിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. അത് നന്നായി മെൽറ്റ് ആവണം. മെൽട്ടായതിനു ശേഷം നമുക്ക് നമ്മുടെ ഫൈനലി ചോപ്ഡ് ഗാർലിക് ചേർക്കാം. അത് നന്നായി സോട്ട് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഓണിയൻ ചേർക്കാം. ഇത് നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്യാം. അതിലേക്ക് പെപ്പർ പൗഡർ ചേർക്കാം. പിന്നെ തിക്ക് ക്രീം 5 ടേബിൾ സ്പൂൺ ചേർക്കണം. തിക്ക് ക്രീം ഇല്ലെങ്കിൽ മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് 5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. തിക്ക് ക്രീം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി കുക്കാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിവിടെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നല്ലൊരു ക്രീമി സോസ് ആവാൻ വേണ്ടി. നമുക്കിനി കുറച്ചും കൂടി തിക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർക്കാം.
1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി സോൾട്ട് ഇടാം. സോൾട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പെപ്പർ സോസ് റെഡിയായി. ഇനി അടുത്തതാണ് ചിക്കൻ. ചിക്കൻ നമുക്ക് നല്ല തിന്നായിട്ട് കട്ട് ചെയ്യാം. അതേപോലെ ഒന്നും കൂടി നമുക്ക് കട്ട് ചെയ്യാം. എന്നാൽ നമ്മുടെ ചിക്കൻ വേഗം കുക്കായി കിട്ടും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ലോണം നമുക്കൊന്ന് പരട്ടി കൊടുക്കാം ചിക്കനിലേക്ക്. പിന്നെ ആവശ്യത്തിന് പെപ്പർ പൗഡർ, അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ മറ്റേ പാർട്ടിലും നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ചൂടായ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മെൽറ്റ് ചെയ്യണം. ബട്ടർ നല്ലോണം മെൽറ്റായതിനു ശേഷം നമുക്ക് കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചേർക്കാം. ബ്രോക്കോളി ഉണ്ടെങ്കിൽ ബ്രോക്കോളി ചേർക്കാം. ഏത് വെജിറ്റബിൾ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡ് കുക്കാകാൻ വേണ്ടി മറിച്ചിടാം. നമുക്ക് അതേ ടൈമിൽ തന്നെ വേറൊരു ഫ്രൈ പാനിൽ നമ്മുടെ സിസ്ലർ ആക്കാൻ വേണ്ടി നമുക്ക് ക്യാബേജ് വെച്ചെടുക്കാം. ഫ്രൈ പാൻ നന്നായി ചൂടായതിനു ശേഷമാണ് ക്യാബേജ് വെച്ചെടുക്കേണ്ടത്. അതിലേക്ക് നമ്മുടെ മാഷ്ഡ് പൊട്ടാറ്റോ ചേർക്കാം. ഫസ്റ്റ് പാർട്ടാണ് മാഷ്ഡ് പൊട്ടാറ്റോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കുക്കായ ചിക്കൻ ഒരു സൈഡിലേക്ക് വെച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും ഒരു സൈഡിൽ നമുക്ക് വെക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പെപ്പർ സോസ് ചിക്കൻ്റെ മുകളിലാക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജിനുള്ളിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡിലും കുറച്ച് ബട്ടർ ചേർക്കണം. അങ്ങനെ നമ്മുടെ ഫ്രൈ പാൻ സിസ്ലർ റെഡിയായി. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതേപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.